എല്ലാവർക്കും നമസ്കാരം. റീനാസ് ഫുഡ് ക്ലബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നൊരു കപ്പപ്പുഴുക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. മരച്ചീനി, കപ്പ, കൊള്ളി, പൂള എന്നിങ്ങനെ പല പേരുകളിലും പല സ്ഥലങ്ങളിലും അറിയപ്പെടുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും നല്ല പരിചയമായിട്ടുള്ള ഒരു വിഭവം തന്നെയാണ് കപ്പ കൊണ്ടുണ്ടാക്കുന്ന എല്ലതും. കപ്പ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് കുക്കറിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം. കപ്പയ്ക്കൊപ്പം തന്നെ വെള്ളം വെച്ചിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ. ഇതിലേക്ക് ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. വെയിറ്റ് ഒന്നും ഇടാതെ വെറുതെ അടച്ച് വെച്ചാൽ മാത്രം മതി. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. അപ്പോൾ ഇത് കപ്പയ്ക്ക് ഒരു കട്ടുണ്ട്, അത് കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ഊറ്റിക്കളയുന്നത് കേട്ടോ. ഈ കപ്പയിൽ ചെറിയ അളവിൽ വിഷാംശം അടങ്ങിയിട്ടുണ്ട്. അതിനെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട് ഊറ്റിക്കളയുന്നത്. അതിനുശേഷം ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് അടച്ച് വയ്ക്കാം. ഒരു 3 വിസിൽ വരുന്നത് വരെ ഇത് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അതിനുവേണ്ടി 1 കപ്പ് തേങ്ങ, കുറച്ച് ചെറിയ ഉള്ളി, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് കാന്താരിമുളക് എരിവിനനുസരിച്ച് വേണം എടുക്കാൻ. എല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം. നമ്മുടെ കുക്കറിന് 3 വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഓഫാക്കി വെച്ചിട്ട് കുറച്ച് നേരമായി കേട്ടോ. അപ്പം നന്നായി വെന്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് വറുത്തിടാം. ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുന്ന സമയത്ത് കടുക് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് തന്നെ കറിവേപ്പിലയും 1 സ്പൂൺ വറ്റൽമുളക് ചതച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം വെന്ത കപ്പ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ചതച്ചെടുത്ത തേങ്ങയുടെ കൂട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വാങ്ങി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. ഇതിലേക്ക് വേറെ ഒന്നും വേണമെന്നില്ല. കാരണം അതിൽ കാന്താരിമുളകും ഇഞ്ചിയും ഉള്ളിയും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് വേറെ ഒന്നും വേണമെന്നില്ല. ഇനി എന്തെങ്കിലും പപ്പടമോ ചമ്മന്തിയോ ഒക്കെ കൂട്ടി കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ കപ്പ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.